അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂൺ 19 വായനാ ദിനം. PN പണിക്കരുടെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത്. പുസ്തകങ്ങൾ നമ്മുടെ നല്ല കൂട്ടുകാരാണ്. ചിത്രങ്ങളുള്ള നല്ല പുസ്തകങ്ങൾ നമ്മൾക്കെന്നും വായിക്കാം. മൊബൈൽ ഫോൺ നോക്കാതെ കഥാപുസ്തകങ്ങളും വായിക്കാം. എല്ലാവർക്കും എൻ്റെ വായനാദിന ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. വായന നമുക്ക് ഏകാന്തമായ പ്രതിഫലത്തിൻ്റെയും യഥാർത്ഥ ആസ്വാദനത്തിൻ്റെയും ശീലം നൽകുന്നു. ഡോക്ടർ S. രാധാകൃഷ്ണൻ. അറിവാണമൃതം അറിയുക നാം, വായനമൃതമാക്കിയിടുക നാം. അറിവിൽ ആരുടെ തലയും താഴ്ന്നിടുമെന്നും അറിയുക നാം, താഴ്ന്നിടുമെന്നും അറിയുക നാം. അറിവിൽ മുന്നിൽ ആരുടെ തലയും താഴ്ന്നിടുമെന്നും അറിയുക നാം. അറിവില്ലെങ്കിൽ നാമില്ല, വായനയുടെ വളരല്ലേ. വായന നൽകും ആനന്ദം, വായിച്ചാലേ അറിയൂ നാം, വായിച്ചാലേ അറിയൂ നാം. നിങ്ങൾ 1 മണിക്കൂർ മാറ്റി വെക്കൂ, അത് നിങ്ങളെ അറിവിന്റെ കേന്ദ്രമാക്കി മാറ്റും. പറഞ്ഞത് APJ അബ്ദുൽ കലാം. To knowledge and imagination, let us read good books. Every day I make reading our best friend. Happy reading day. ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ, അതിനെ ജ്വലിപ്പിക്കുക. ഗാന്ധിജി. നമസ്കാരം. ഇന്ന് ജൂൺ 19 വായനാ ദിനം. വായനയുടെയും അറിവിൻ്റെയും ലോകത്തേക്ക് നമ്മെ കൈപിടിച്ച് നടത്തിയ PN പണിക്കരുടെ ജന്മദിനം. വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തോടെ കേരളത്തെ വായനയുടെ ലോകത്തേക്ക് ഉയർത്തിയ ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം. നമ്മൾ വിദ്യാർത്ഥികളുടെ കടമ എന്നത് അറിവ് നേടുക എന്നതാണ്. അതിന് ഏറ്റവും പ്രധാന മാർഗം വായനയാണ്. നമുക്ക് പുസ്തകങ്ങളോട് കൂട്ടുകൂടി ശാരീരികമായും ബുദ്ധിപരവുമായ കഴിവുകൾ വികസിപ്പിക്കാം. ലോകത്തിലെ വെളിച്ചമാണ് പുസ്തകങ്ങൾ. ആ വെളിച്ചം കണ്ട് വേണം നമ്മൾ വളരാൻ. എന്നാൽ ഇപ്പോൾ വായന കുറഞ്ഞു വരികയാണ്. നമ്മുടെ പുതുതലമുറ മൊബൈലിലും കമ്പ്യൂട്ടറിലുമായി ചുരുങ്ങിപ്പോകുന്നു. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ വാക്കുകൾ നിങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. 1909 മാർച്ച് 1 ആലപ്പുഴ ജില്ലയിൽ നീലംപേരൂരിൽ ഗോവിന്ദൻ പിള്ളയുടെയും ജാനകി അമ്മയുടെയും മകനായി ജനിച്ചു. ഞാൻ ചെറുപ്പത്തിൽ തന്നെ വായിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു. എൻ്റെ 17ാമത്തെ വയസ്സിൽ സനാതന ധർമ്മം എന്ന പേരിൽ ഒരു വായനശാല സ്ഥാപിച്ചു. ഗ്രന്ഥശാലകൾ ഇല്ലാത്ത ഒരു സ്ഥലവും കേരളത്തിൽ ഉണ്ടാകരുതെന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. കുട്ടികളെ വായിക്കണേ. നന്ദി, നമസ്കാരം. വായനാ ദിനം. കിതാബ്, പുസ്തകം, കൽമുൻ, പേന. കിതാബി ഫീഹിൽ മുൻഫീഹിൽ നൂറുൻ.